ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അവനൊരു അമ്മയെപ്പോലെയാണ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യെശയ്യാവ് 66 അധ്യായം 13 വാക്യം. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. ലോകത്ത് സ്നേഹത്തിന്റെ പല രൂപങ്ങളും നാം കാണുന്നു. സുഹൃത്തുക്കൾ പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുന്നു. കുടുംബ ബന്ധങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന സ്നേഹവുമുണ്ട്. ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോട് സ്നേഹമുണ്ട്. തിരിച്ചും ജന്മദേശം, സമുദായം, ദേശീയത എന്നിവയുടെ അതിരുകൾക്കപ്പുറം സ്നേഹം വിവിധ രീതികളിൽ പ്രകടമാണ്. ലോകത്തിലെ എല്ലാ സ്നേഹത്തിനുമിടയിൽ അമ്മയുടെ സ്നേഹവും ഏറ്റവും മഹത്തതായി നിലകൊള്ളുന്നു. എന്നിരുന്നാലും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സ്നേഹം സമാനതകളില്ലാത്തതും എല്ലാത്തിനെയും മറികടക്കുന്നതുമാണ്. ഈ സ്നേഹം നമ്മെ തൃപ്തിപ്പെടുത്തുക മാത്രമല്ല, നമ്മെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു. അനേകം പാപങ്ങളെ മറയ്ക്കുന്ന ത്യാഗപരമായ സ്നേഹമാണിത്. ഒരിക്കൽ വർഷങ്ങളോളം പാപത്തിൽ ജീവിച്ച ഒരാൾ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ കർത്താവായ യേശുവിനെ ക്രൂശിക്കാൻ ഒരു കൂട്ടം ആളുകൾ ഉറക്കെ വിളിച്ചു. അവരിൽ ഒരാൾ യേശുവിനോട് ഏറ്റവും ക്രൂരമായി പെരുമാറി. അവൻ യേശുവിനെ ക്രൂശിക്കാൻ നീളമുള്ളതും മൂർച്ചയുള്ളതുമായ നഖങ്ങളും ചുറ്റികയും കൊണ്ടുവന്നു. അവൻ യേശുവിനോട് ദേഷ്യവും വെറുപ്പും നിറഞ്ഞവനായിരുന്നു. എന്നാൽ കർത്താവായ യേശു അവനെ അളവറ്റ സ്നേഹത്തോടെയും അനുകമ്പയോടെയും നോക്കി. മൃദുവായ ശബ്ദത്തിൽ അവനോട് പറഞ്ഞു, എൻ്റെ ഹൃദയം അല്പം പോലും മയപ്പെട്ടില്ല. ക്രോധം നിറഞ്ഞ അവൻ യേശുവിൻ്റെ കൈകൾ ക്രൂശിൽ തറച്ചു. പൂർണ്ണ ശക്തിയോടെ രക്തം പുറത്തേക്ക് വന്നു. അവയെ കൂടുതൽ ആഴത്തിൽ ഒടിക്കുകയും ചെയ്തു. എന്നാൽ യേശു ശാന്തതയോടെ അവനെ നോക്കി. എൻ്റെ മകനെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ആ മനുഷ്യൻ കർത്താവായ യേശുവിൻ്റെ പാദങ്ങളിൽ ആണികൾ അടിച്ചുകൊണ്ടിരുന്നു. അവൻ ദൈവത്തിൻ്റെ മേൽ തുപ്പി താടി ഊരി. എന്നാൽ കർത്താവ് പറഞ്ഞുകൊണ്ടിരുന്നു, എൻ്റെ മകനെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. സ്വപ്നം കണ്ടയാൾ പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്നുണർന്നു. കർത്താവായ യേശുവിനെ ക്രൂശിൽ തറച്ച ആ ക്രൂരനായ മനുഷ്യനെ തിരിച്ചറിയാൻ അയാൾ ആഗ്രഹിച്ചു. അത് താനല്ലാതെ മറ്റാരുമല്ലെന്ന് അയാൾക്ക് വലിയ നിരാശ തോന്നി. കർത്താവായ യേശുവിനെ ഇത്ര ക്രൂരമായി തൻ്റെ പാപങ്ങൾ കൊണ്ട് ക്രൂശിൽ തറച്ചത് താനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ യേശുവിൻ്റെ സമാനതകളില്ലാത്ത സ്നേഹത്തിൽ അവൻ അത്ഭുതപ്പെട്ടു. തൻ്റെ ക്രൂരമായ പ്രവർത്തികളാൽ താൻ യേശുവിനെ എത്രമാത്രം വേദനിപ്പിച്ചുവെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ ആഴത്തിൽ വികാരഭരിതനായി. ആ ദിവസം അവൻ പശ്ചാത്തപിച്ചു. അത് അവൻ്റെ രക്ഷയുടെ ദിവസമായി മാറി. വർഷങ്ങളോളം കർത്താവിനു വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ട് അവൻ ക്രിസ്തുവിൻ്റെ ദാസനായി മാറി. ദൈവമക്കളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി സ്നേഹമാണ് നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഏക പരിഹാരം. ആ സ്നേഹത്തിന് നിങ്ങളെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റാൻ കഴിയും. അത് പാപികൾക്ക് രക്ഷ നൽകുന്ന നിസ്വാർത്ഥ സ്നേഹമാണ്. ഒറ്റിക്കൊടുക്കുന്നവർക്കും ആ സ്നേഹം അമ്മയുടെ സ്നേഹത്തെ പോലെ മറികടക്കുന്നതാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യിരെമ്യാവ് 31 അധ്യായം 3 വാക്യം. യഹോവ ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ എസ്രാ 3, 4, 5 അധ്യായങ്ങൾ. വൈകുന്നേരം യോഹന്നാൻ 20 അധ്യായം. ആമേൻ.